മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അങ്കമാലിയിൽ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി LDF. അങ്കമാലി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ LDF രംഗത്ത്. കഴിഞ്ഞ 10 വർഷമായി അങ്കമാലിയിൽ പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികൾ ഒന്നും നടപ്പിലാക്കിയില്ലെന്ന് ആരോപിച്ച് LDF. അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് KK ഷിബു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അങ്കമാലി ബൈപ്പാസ്, കാലടി പാലം, ടൂറിസം സർക്യൂട്ട്, താലൂക്ക് ആശുപത്രി വികസനം തുടങ്ങിയവ ഫണ്ട് ലഭിച്ചിട്ടും നടപ്പായില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. യുവാക്കൾക്കായുള്ള കളിസ്ഥലം, കുടുംബശ്രീ സൗകര്യങ്ങൾ തുടങ്ങിയ വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യമായില്ലെന്നും വ്യക്തമാക്കി. അങ്കമാലിയുടെ വികസനത്തിനായി LDF വ്യക്തമായ കാഴ്ചപ്പാടുമായി മുന്നോട്ടു വരുന്നതായും MC റോഡ് വികസനം, ബൈപ്പാസ്, പാലം, ടൂറിസം പദ്ധതികൾ എന്നിവ വേഗത്തിലാക്കുമെന്ന് ഉറപ്പ് നൽകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവരുടെയും നേട്ടമായി കാണുന്നത് വികസന കാര്യങ്ങൾ എന്ന് പറയും. നമ്മുടെ മാത്രമായിട്ടല്ല, ഇപ്പം ഞാൻ പറയുന്ന MLA ആയിരിക്കുമ്പോഴാണ് 15 കൊല്ലത്തിൽ 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു. പക്ഷേ ഞങ്ങൾ പല പദ്ധതികളും പ്രാവർത്തിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ജുഡീഷ്യൽ കോംപ്ലക്സ്, DYSP ഓഫീസ്, അങ്ങനെ നിരവധി. ഇപ്പോൾ പാനൂർ പാലം പോലും ശ്രീ അക്ബർസാദത്ത് ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ. കാരണം ഈ പാലം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നാ തുടങ്ങണമെങ്കിലും എത്തണത് പെരുമ്പാവൂരിൽ. അപ്പോൾ അവിടെ ലാൻഡ് അക്വിസിഷൻ വേണ്ടായിരുന്നു. കാരണം പുഴ വരെ റോഡുണ്ട്. പെരുമ്പാവൂരാണ് 6-7 കോടുമാളിയിൽ നിന്ന് ഒരേക്കറിൽ താഴെ സ്ഥലം ആകെ ആവശ്യം വന്നു. അവരെ സമ്മതപത്രം വാങ്ങി മലയാറ്റം ചെയ്ത അങ്ങനെയാണ്. ഇങ്ങനെ ദിവസമായിട്ട് വാങ്ങി അങ്ങനെ ഞങ്ങൾ വാങ്ങി. അപ്പോൾ ലാൻഡ് അവൈലബിലിറ്റി കാണിക്കണം ഏത് വർക്ക് ടെൻഡർ ചെയ്യണമെങ്കിൽ. സമ്മതപത്രം കിട്ടിയപ്പോൾ ആളുകൾ കൊടുക്കാൻ തയ്യാറാണല്ലോ. അപ്പോൾ നമുക്ക് പാരലായിട്ട് ടെൻഡർ പ്രൊസീജിയറും ലാൻഡ് അക്വിസിഷനും ഒരേ സമയം നടത്തണം. വികസനം ഉറപ്പാക്കാൻ LDF സ്ഥാനാർത്ഥി സാജു പോളിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കാലടി മേഖലയ്ക്കകത്തുള്ള പ്രവർത്തിക്കുന്ന മാധ്യമരംഗത്തുള്ള പ്രിന്റ് മീഡിയയുടെയും ചാനലിൻ്റെയും ഓൺലൈൻ ചാനലുകളടക്കമുള്ള മാധ്യമ സുഹൃത്തുക്കളാണ് പത്രസഭകളിലായിട്ട് പിടിച്ചിരുന്നത്. നമ്മുടെ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ സാജു പോള് മത്സരിക്കുകയാണ്. സാജു പോള് പെരുമ്പാവൂർ മണ്ഡലത്തിൽ 2001-ലും 2006-ലും 2011-ലും 3 വട്ടം MLA ആയി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് സാജു പോളിൻ്റേത്. ഇപ്പോൾ അദ്ദേഹം ഒരു പുതിയ ദൗത്യമായിട്ട് അങ്കമാലി നിയോജകമണ്ഡലത്തിലുള്ള സമ്മതിദായകരുടെ ആ സമ്മതിദാനാവകാശം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇലക്ഷനിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥിയെ നമ്മുടെ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.